ഗുരുവായൂരപ്പനെ മരപ്രഭു എന്ന് വിളിച്ച കഥ അറിയുമോ? പണ്ടൊരിക്കൽ പൂന്താനവും മേൽപ്പത്തൂർ എന്ന് പറയുന്ന രണ്ട് ഭക്തന്മാരുണ്ടായിരുന്നു ഗുരുവായൂരിൽ. പൂന്താനം സാധാരണ ഭാഷയിൽ എഴുതുന്ന ഒരു പാവപ്പെട്ട ഒരു ഭക്തൻ. മേൽപ്പത്തൂർ മഹാപണ്ഡിതൻ. ഒരു ദിവസം പൂന്താനം പത്മനാഭോ മരപ്രഭു എന്ന് എഴുതിയത് കണ്ട് മേൽപ്പത്തൂർ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു, മരപ്രഭു അല്ല അമരപ്രഭു. അത് കേട്ട് പൂന്താനത്തിന് വിഷമായി. ഭഗവാന്റെ മുൻപിൽ കരഞ്ഞു പറഞ്ഞു, എനിക്കിത്രേ അറിയുള്ളൂ എന്ന്. അപ്പോൾ ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി കേട്ടു, ഞാനും മരപ്രഭുവാണ്. മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഗുരുവായൂരിൽ തെക്കേ നടയിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ മരപ്രഭുവിനെ കാണാം. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺവിഗ്രഹമാണെന്ന് പറയപ്പെടുന്നു. വിദ്യയേക്കാൾ വലുതാണ് ഭക്തി. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.